വിശദമായി നോക്കാം. കോലീബി സഖ്യത്തെ പരാജയപ്പെടുത്തിയ ചരിത്രം ഇത്തവണയും ആവർത്തിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആർഎസ്എസും എസ്ഡിപിഐയുമായി യുഡിഎഫ് സഖ്യനീക്കം നടത്തുന്നു. തെരഞ്ഞെടുപ്പിൽ യുഡിഎഫ് കച്ചവടം ഉറപ്പിക്കാൻ പോകുന്നുവെന്നും ഒരു കച്ചവടത്തിലൂടെയും യുഡിഎഫ് രക്ഷപ്പെടില്ല എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇപ്പോ പലതരത്തിലുള്ള സഖ്യനീക്കങ്ങൾ പരസ്യമായല്ല. യുഡിഎഫിന്റെ ഗതികേട് നോക്കണം. ആർഎസ്എസുമായി സഖ്യനീക്കം, എസ്ഡിപിഐ സഖ്യനീക്കം. അപ്പൊ ഞങ്ങൾ മതനിരപേക്ഷമല്ലേ എന്ന് വേണമെങ്കിൽ അപ്പോൾ അവകാശപ്പെടാം. കാരണം ആർഎസ്എസിനോടും എസ്ഡിപിഐയോടും പ്രത്യേക വിരോധം കാണിക്കുന്നില്ല. രണ്ടു കൂട്ടരോടും തുല്യമായിട്ട് ഞങ്ങൾ സ്വീകരിക്കുന്ന നിലയെടുക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതാണോ മതനിരപേക്ഷത? മതനിരപേക്ഷത വർഗീയതയെ വിട്ടുവീഴ്ച കൂടാതെ എതിർക്കലാണ്. 4 വോട്ടിന് വേണ്ടി അവരിങ്ങ് പോരട്ടെ എന്ന് വിചാരിക്കലല്ല. ഇതാണ് നിർഭാഗ്യവശാൽ കോൺഗ്രസും ലീഗും യുഡിഎഫും സ്വീകരിക്കുന്നത്. ഇത് നാടിനിപ്പോൾ മനസ്സിലായിട്ടുണ്ട്. ഏതൊക്കെ മണ്ഡലങ്ങളിൽ എങ്ങനെയൊക്കെ കാര്യങ്ങൾ നീങ്ങുന്നുവെന്നിപ്പോൾ ഏറെക്കുറെ വ്യക്തമായിട്ടുണ്ട്. ഇത് നാം ഗൗരവമായി കാണുന്നു. കച്ചവടം ഉറപ്പിക്കാൻ പോകുന്നു. ഒരു കച്ചവടത്തിലൂടെയും നിങ്ങൾ രക്ഷപ്പെടില്ല എന്ന് മതനിരപേക്ഷ വിശ്വാസികളായിട്ടുള്ള മുഴുവൻ ആളുകളും ദൃഢമായ വ്രതമെടുക്കണം. അത്തരമൊരു തീരുമാനത്തോടെ മുന്നോട്ട് പോകണം. അതായിരുന്നു നേരത്തെ ഉണ്ടായ കോലീബി സഖ്യത്തെ പരാജയപ്പെടുത്താൻ ഇടയാക്കിയത്. അതേ നിലപാട് നമുക്കാകെ സ്വീകരിക്കാനാവണം. സ്ഥാനാർത്ഥി നിർണയത്തിന് ശേഷവും കോൺഗ്രസിൽ ഗ്രൂപ്പ് വഴക്ക് മൂർച്ഛിക്കുന്നു. തങ്ങളെ അവഗണിച്ചതിൽ പ്രതിഷേധിച്ച് ഐ ഗ്രൂപ്പിന്റെ രഹസ്യയോഗം കോഴിക്കോട് ചേർന്നു. ചെന്നിത്തലയ്ക്ക് നട്ടലില്ലെന്ന് മുൻ DCC പ്രസിഡന്റ്. വയനാട് സീറ്റിന് പകരം DCC പ്രസിഡന്റ് സ്ഥാനം നൽകണമെന്നും ആവശ്യം. സ്ഥാനാർത്ഥി നിർണയത്തിൽ ഏറ്റുവാങ്ങേണ്ടി വന്നത് വൻ അവഗണനയാണെന്നാണ് ഐ ഗ്രൂപ്പിന്റെ വിലയിരുത്തൽ. ഏറെ പ്രതീക്ഷ വെച്ച് പുലർത്തിയ വയനാട് മണ്ഡലം ഐ ഗ്രൂപ്പിന് നഷ്ടമായി. ഉമ്മൻചാണ്ടിയുടെ ശക്തമായ ഇടപെടലിലൂടെയാണ് മണ്ഡലം ടി സിദ്ദിഖിന് ലഭിച്ചത്. ഐ ഗ്രൂപ്പിന്റെ ശക്തി നഷ്ടപ്പെട്ടെന്നാണ് ഇവർ പറയുന്നത്. ചെന്നിത്തലയ്ക്ക് നട്ടലില്ലാത്തതുകൊണ്ടാണ് ഇത്തരത്തിൽ സംഭവിച്ചത് എന്നും ഉമ്മൻചാണ്ടിയാണ് നേട്ടങ്ങൾ സ്കോർ ചെയ്തത് എന്നും മുൻ DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് വീരാൻകുട്ടി പറഞ്ഞു. വയനാട് സീറ്റ് നഷ്ടമായതിനു പകരം DCC പ്രസിഡന്റ് സ്ഥാനം നൽകണമെന്നാണ് ഐ ഗ്രൂപ്പിന്റെ ആവശ്യം. ഇല്ല, ചെന്നിത്തലയ്ക്ക് നട്ടല് കാണിച്ചില്ലെന്നാണ് ഞാൻ പറയുന്നത്. ആർജവം കാണിക്കണ്ടേ? തൽക്കാലം ഞങ്ങളോട് ഡിമാൻഡ് വെക്കുന്നതാണ്. ഞാനോ? അതൊരു ഡിമാൻഡാണ്. അതിപ്പോൾ തരാവുന്നതല്ലേ ഉള്ളൂ. KPCC ജനറൽ സെക്രട്ടറി N സുബ്രഹ്മണ്യൻ, KPCC നിർവാഹക സമിതി അംഗം അഡ്വക്കേറ്റ് PM നിയാസ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു യോഗം. രാവിലെ ആരംഭിച്ച രഹസ്യയോഗം ഉച്ചവരെ നീണ്ടു. DCC പ്രസിഡന്റ് സ്ഥാനം PM നിയാസിന് നൽകണമെന്നാണ് ഐ ഗ്രൂപ്പിന്റെ ആവശ്യം. DCC പ്രസിഡന്റ് സ്ഥാനം നൽകിയില്ലെങ്കിൽ കടുത്ത നടപടികളിലേക്ക് നീങ്ങുമെന്നാണ് നേതാക്കൾ സൂചിപ്പിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ശബരിമല മുഖ്യപ്രചാരണ വിഷയമാക്കാൻ RSS തീരുമാനം. കൊച്ചിയിൽ ചേർന്ന സംഘപരിവാർ സംഘടനകളുടെ യോഗത്തിലാണ് തീരുമാനം. പത്തനംതിട്ട സീറ്റിനെ ചൊല്ലി തർക്കമുണ്ടായതിൽ RSS അതൃപ്തി പ്രകടിപ്പിച്ചു. ഉമേഷ് നൽകും വിവരങ്ങൾ. ഉമേഷ്, ഭരണഘടനാ സ്ഥാപനമായ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വെല്ലുവിളിച്ചുകൊണ്ടാണോ RSSന്റെ നീക്കം? ശബരിമല പ്രചരണ വിഷയമാക്കരുത് എന്ന് ചീഫ് ഇലക്ടറൽ ഓഫീസർ പറഞ്ഞിരുന്നല്ലോ. അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് ശബരിമല വച്ച് പ്രചരണ വിഷയമാക്കാൻ തീരുമാനിക്കുകയാണോ സംഘപരിവാർ സംഘടനകൾ? മനു, ശബരിമല അയ്യപ്പന്റെ പേര് പറഞ്ഞ് വോട്ട് ചോദിക്കരുത് എന്നതുൾപ്പെടെ സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ നിർദ്ദേശങ്ങൾ തള്ളാനാണ് RSS നിർദ്ദേശിച്ചിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ ശബരിമല തന്നെ മുഖ്യ പ്രചാരണ വിഷയമാക്കി നിലനിർത്താൻ പരിവാർ ബൈഠക്കിൽ ധാരണയാവുകയായിരുന്നു. BJPയുടെ സ്ഥാനാർത്ഥി നിർണയം വൈകുന്നതിൽ RSS അതൃപ്തി രേഖപ്പെടുത്തുകയുണ്ടായി. പ്രത്യേകിച്ച് പത്തനംതിട്ട സീറ്റിന്റെ കാര്യത്തിൽ അനാവശ്യ വിവാദം ഉണ്ടാക്കിയതായി യോഗത്തിൽ വിമർശനമുയർന്നു. പത്തനംതിട്ടയിൽ K സുരേന്ദ്രനെയാണ് നിശ്ചയിച്ചിരുന്നത്. പിന്നെ എന്തിന് ശ്രീധരൻപിള്ളയുടെ പേര് വലിച്ചിഴച്ചുവെന്ന് RSS നേതൃത്വം ചോദിച്ചു. മറ്റ് സീറ്റുകളിൽ മത്സരിക്കുന്നവരുടെ കാര്യത്തിൽ അവ്യക്തത തുടരുന്നതിലും യോഗത്തിൽ അസംതൃപ്തി പ്രകടമായി. കൂടാതെ പ്രവർത്തകരുടെ നവമാധ്യമ മേഖലയിലെ തെറ്റായ ഇടപെടലിലും ശക്തമായ വിമർശനം ഉയരുകയുണ്ടായി. കം ബാക്ക് KS, ഗോ ബാക്ക് PS എന്ന പേരിൽ നടക്കുന്ന ക്യാമ്പയിനാണ് വിമർശനത്തിന് കാരണമായത്. പത്തനംതിട്ടയിൽ ശ്രീധരൻപിള്ള വേണ്ട, സുരേന്ദ്രൻ വരട്ടെ എന്ന ക്യാമ്പയിനിൽ സജീവ പ്രവർത്തകരും പങ്കാളിയായതാണ് RSS നേതൃത്വത്തെ ചെറുപ്പിച്ചത്. ഇത്തരം പ്രവൃത്തികളിൽ നിന്ന് പിന്മാറണമെന്നും
RSS നേതൃത്വം മുന്നറിയിപ്പ് നൽകുകയുണ്ടായി. കൊച്ചിയിൽ ചേർന്ന ഇന്നത്തെ ഈ യോഗത്തിൽ BJP സംസ്ഥാന പ്രസിഡന്റ് PS ശ്രീധരൻപിള്ള, കുമ്മനം രാജശേഖരൻ, ഹിന്ദു ഐക്യവേദി, VHP നേതാക്കൾ അടക്കമുള്ളവർ യോഗത്തിൽ പങ്കെടുക്കുകയുണ്ടായി. മനു. ശരി, ഉമേഷാണ് വിവരങ്ങൾ നൽകിയത്. BJP സ്ഥാനാർത്ഥി പട്ടിക ഇന്നുമില്ല. പാർട്ടിയിൽ പൊട്ടിത്തെറിയുടെ സാധ്യതകൾ സജീവമായിരിക്കെയാണ് പ്രഖ്യാപനം നീളുന്നത്. പത്തനംതിട്ടയ്ക്കായി ചരടുവലി നടത്തിയ ശ്രീധരൻപിള്ളയ്ക്ക് ഒരിടത്തും സീറ്റുണ്ടാകില്ല. പത്തനംതിട്ടയിൽ K സുരേന്ദ്രൻ മത്സരിക്കും. ചോദിച്ച സീറ്റ് ലഭിക്കാത്തതിനാൽ പല പ്രമുഖ നേതാക്കളും മത്സരിക്കില്ലെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. RSSും ദേശീയ നേതൃത്വവും ഒരുപോലെ കൈയൊഴിഞ്ഞതോടെയാണ് പത്തനംതിട്ടയിൽ മത്സരിക്കാനുള്ള PS ശ്രീധരൻപിള്ളയുടെ മോഹം അവസാനിച്ചത്. NSS പിന്തുണയുണ്ടെന്ന ശ്രീധരൻപിള്ളയുടെ അവകാശവാദം RSS വിലക്കെടുത്തില്ല. ഇതോടെയാണ് K സുരേന്ദ്രന് നറുക്കുവീണത്. സംസ്ഥാന അധ്യക്ഷന് ഒരിടത്തും സീറ്റ് നൽകാതെയാകും പ്രഖ്യാപനം. പത്തനംതിട്ട കിട്ടില്ലെന്ന് ഉറപ്പായതോടെ സുരേന്ദ്രനെ വെട്ടാൻ ശ്രീധരൻപിള്ള അൽഫോൺസ് കണ്ണന്താനത്തെ പിന്തുണച്ചെങ്കിലും ആ നീക്കവും പാളി. എറണാകുളത്താകും കണ്ണന്താനം മത്സരിക്കുക. പാലക്കാട് മാത്രമേ മത്സരിക്കൂ എന്ന ശോഭാ സുരേന്ദ്രന്റെ പിടിവാശിയും വിലപ്പോയില്ല. ആറ്റിങ്ങലിൽ മത്സരിക്കാനാണ് നിർദ്ദേശം. PK കൃഷ്ണദാസും MT രമേശും പട്ടികയിലില്ല. മറ്റ് സംസ്ഥാനങ്ങളിലെ പട്ടികയ്ക്കൊപ്പമാണ് കേരളത്തിലെയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക. ഗ്രൂപ്പ് താൽപര്യവും വ്യക്തി താൽപര്യവും പരിഗണിച്ച് പട്ടിക സങ്കീർണമാക്കിയത് ശ്രീധരൻപിള്ളയാണെന്ന വിമർശനം ശക്തമാണ്. ഇത് RSS അതൃപ്തിക്കും കാരണമായിട്ടുണ്ട്. തുടർച്ചയായി ഉണ്ടാകുന്ന വീഴ്ചകൾ ശ്രീധരൻപിള്ളയുടെ പടിയിറക്കത്തിനും വഴിയൊരുക്കിയേക്കാം. ഇഷ്ട സീറ്റ് നൽകാത്തതിലെ അമർഷത്തിലാണ് പല നേതാക്കളും. സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചാലും സ്ഥാനാർത്ഥി നിർണയത്തിലെ വിവാദങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിലും നിഴലിക്കുമെന്നാണ് BJPയുടെ വിലയിരുത്തൽ. ന്യൂസ് ബ്യൂറോ, ദില്ലി. DGP ജേക്കബ് തോമസ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചേക്കും. ചാലക്കുടിയിൽ കിഴക്കമ്പലം കൂട്ടായ്മയായ 2020യുടെ സ്ഥാനാർത്ഥിയാകുമെന്നാണ് സൂചന. ഇതിനായി ഔദ്യോഗിക പദവി ഉടൻ ജേക്കബ് തോമസ് രാജിവച്ചേക്കും. സ്ഥാനാർത്ഥിയാകുന്നത് സംബന്ധിച്ചുള്ള ചർച്ചകൾ അന്തിമഘട്ടത്തിലാണ്. പാലക്കാട് ചെർപ്പുളശ്ശേരിയിൽ പെൺകുട്ടി പീഡനത്തിന് ഇരയായ സംഭവത്തിൽ പാർട്ടിക്കെതിരായ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് CPIM നേതൃത്വം. പാർട്ടി ഓഫീസിൽ വെച്ച് പെൺകുട്ടി പീഡനത്തിന് ഇരയായെന്ന ആരോപണം തെറ്റാണെന്നും ആരോപണ വിധേയനായ യുവാവിന് പാർട്ടിയുമായി ഒരു തരത്തിലുള്ള ബന്ധവുമില്ലെന്നും CPIM നേതൃത്വം വ്യക്തമാക്കി. DYFI നേതാവാണ് യുവാവെന്ന തരത്തിൽ വ്യാജ വാർത്ത നൽകിയ മാധ്യമങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് DYFI ജില്ലാ കമ്മിറ്റിയും അറിയിച്ചു. ചെർപ്പുളശ്ശേരിയിൽ പെൺകുട്ടി പീഡനത്തിനിരയായ സംഭവത്തിൽ നടക്കുന്ന വ്യാജ പ്രചാരണങ്ങൾക്കെതിരെയാണ് CPM നേതൃത്വം വിശദീകരണവുമായി രംഗത്ത് വന്നത്. പാർട്ടി ഓഫീസിനകത്ത് വെച്ച് പെൺകുട്ടി പീഡനത്തിനിരയായെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും ആരോപണ വിധേയനായ യുവാവിന് CPIM-മായി ഒരു തരത്തിലുള്ള ബന്ധവുമില്ലെന്നും CPIM ചെർപ്പുളശ്ശേരി ഏരിയ സെക്രട്ടറി KB സുഭാഷ് പറഞ്ഞു. രാവിലെ 8 മണി മുതൽ വൈകുന്നേരം ഒരു 11 മണി വരെ ധാരാളം ആളുകൾ വന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അത്തരം ഒരു സ്ഥലത്ത് രാവിലെ 11 മണിക്ക് ഇങ്ങനൊരു സംഭവം നടന്നു എന്ന് പറഞ്ഞാൽ അത് വിശ്വാസയോഗ്യമല്ല. ഇത്തരത്തിലൊരു ആക്ഷേപം എങ്ങനെയാണ് ഉണ്ടായത് എന്ന് സംബന്ധിച്ച് ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരോപണ വിധേയനായ യുവാവ് ഈ പാർട്ടിയായി ഒരു ബന്ധമില്ലാത്ത ആളാണ്. CPM-മായി ഒരു തരത്തിലുള്ള ബന്ധവും അയാളെ സംബന്ധിച്ചില്ല. പെൺകുട്ടിയെ പീഡിപ്പിച്ചത് DYFI നേതാവാണെന്ന തരത്തിൽ വ്യാജവാർത്ത നൽകിയ മാധ്യമങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് DYFI ജില്ലാ സെക്രട്ടറി K പ്രേംകുമാറും വ്യക്തമാക്കി. DYFIയുടെ പ്രാഥമിക അംഗത്വം പോലുമില്ലാത്ത ഒരു ചെറുപ്പക്കാരനെ DYFIയുടെ പ്രവർത്തകനാണ് എന്ന് പറഞ്ഞ് ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിച്ച് ഈ പ്രസ്ഥാനത്തെയും അതിലൂടെ കേരളീയ സമൂഹത്തിൽ DYFIക്ക് ഉണ്ടായിട്ടുള്ള സൽപ്പേരിന് കളങ്കം ചാർത്താനുമുള്ള നീക്കമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെതിരായിട്ടുള്ള നിയമ നടപടി DYFI സ്വീകരിക്കും. കഴിഞ്ഞ ദിവസമാണ് മങ്കരയ്ക്കടുത്ത് മണ്ണൂരിൽ നവജാത ശിശുവിനെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. നാട്ടുകാർ കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചു. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പെൺകുട്ടിയെ കണ്ടെത്തി മൊഴി രേഖപ്പെടുത്തിയപ്പോഴാണ് പീഡിപ്പിക്കപ്പെട്ടതായി പരാതി നൽകിയത്. സംഭവത്തിൽ മങ്കര പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. അങ്കമാലി അതിരൂപതയിലെ വൈദികരുടെ യോഗം അല്പസമയത്തിനകം ചേരും. വൈദികരുടെ ആവശ്യപ്രകാരമാണ് അഡ്മിനിസ്ട്രേറ്റർ യോഗം വിളിച്ചത്. സഭയിലെ വ്യാജരേഖാ വിവാദത്തിൽ ബിഷപ്പിനെ പ്രതിയാക്കിയത് ഗൂഢാലോചനയെന്ന വൈദികർ. വിവരങ്ങളുമായി വിഷ്ണു പ്രസാദ് ചേരുന്നുണ്ട്. വിഷ്ണു, വിവരങ്ങൾ എന്താണ്? മനു, കർദിനാൾ ആലഞ്ചേരിക്കെതിരെ വ്യാജരേഖ ചമച്ചെന്ന പരാതി ഒരു വൈദികനായ ജോബി മാപ്രാക്കാവിൽ ഫെബ്രുവരി 25-നാണ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിനെതിരെ കഴിഞ്ഞ ബുധനാഴ്ച ചേർത്തലയിൽ ചേർന്ന വൈദികരുടെ യോഗത്തിൽ ഇത്തരത്തിൽ ബിഷപ്പിനെ പ്രതിയാക്കാനുള്ള ഗൂഢാലോചന ഈ ഒരു പരാതിയിൽ നടന്നു എന്നൊരു ആരോപണം ഉന്നയിച്ചിരുന്നു. ഈ സംഭവം ഖേദകരമാണെന്നാണ് മനത്തോടത്ത് പ്രതികരിച്ചത്. എന്തായാലും അന്ന് വൈദികരുടെ ആവശ്യപ്രകാരമാണ് അഡ്മിനിസ്ട്രേറ്റർ കൂടിയായ മനത്തോടത്ത് ഇന്ന് പ്രത്യേക വൈദിക സമിതി യോഗം വിളിച്ചിട്ടുള്ളത്. വൈകിട്ട് 4 മണിക്ക് ബിഷപ്പ് ഹൗസിൽ വെച്ചാണ് വൈദിക സമിതി യോഗം ചേരുന്നത്. എന്തായാലും ഈ യോഗത്തിൽ വൈദികരുടെ ആവശ്യപ്രകാരമാണ് ഈ ഒരു യോഗം വിളിച്ചു ചേർത്തിട്ടുള്ളത്. പരാതിക്കാരനായ വൈദികൻ ജോബി മാപ്രക്കാവിലിനെതിരെ പുറത്താക്കണമെന്ന കാര്യവും ഇപ്പോൾ ഈ ഒരു സമിതി ചർച്ച ചെയ്യും. എന്തായാലും ഇപ്പോൾ ഈ ഒരു വൈദികരുടെ യോഗം അല്പസമയത്തിനകം കൊച്ചിയിൽ ആരംഭിക്കും.
ഈ ഒരു FIR ഫയൽ ചെയ്തതിലൂടെ 2 പ്രധാന വൈദികരാണ് ഇതിൽ പ്രതികളായിട്ടുള്ളത്. ഒന്ന് ബിഷപ്പായിട്ടുള്ള പോൾ തേലക്കാടും അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റർ കൂടിയായിട്ടുള്ള ഈ മനത്തോടത്ത് ജേക്കബ് മനത്തോടത്തുമാണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും ഈ ഒരു കാര്യത്തിൽ പരാതി അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടെയാണ് ഈ വൈദികരുടെ അഭ്യർത്ഥന പ്രകാരം അല്ലെങ്കിൽ പരാതി ഉൾക്കൊണ്ടുകൊണ്ട് ഈ പരാതിക്കാരനായ ജോബി മാപ്രാക്കാവിനെതിരെ ഈ ഒരു നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഈ ഒരു വൈദിക സമിതി യോഗം അല്പസമയം കൊച്ചിയിൽ ചേരുന്നത്. എന്തായാലും വൈദികരുടെ അഭിപ്രായങ്ങളെല്ലാം തന്നെ ഈ ഒരു വൈദിക സമിതി യോഗം ചർച്ച ചെയ്യുമെന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. മനു, വിഷ്ണു പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്. RSSന്റെ വോട്ടിന്റെ കാര്യത്തിൽ നിലപാട് പറയാതെ ഉമ്മൻചാണ്ടി. വിവരങ്ങളുമായി ജീവൻ ചേരുന്നുണ്ട്. ജീവൻ, ഈ വിഷയത്തിൽ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ആരോപണങ്ങൾ ഇങ്ങനെ നടക്കുന്നു. അതായത് പഴയ കോലീബി സഖ്യത്തിന്റെ ആവർത്തനം കാണുന്നു പല മണ്ഡലങ്ങളിലും. യുവമോർച്ച നേതാക്കൾ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് പോസ്റ്റുകൾ ഇടുന്നു. തിരുവനന്തപുരത്ത് കുമ്മനത്തെ UDF തിരിച്ചു സഹായിക്കുമെന്ന രീതിയിലുള്ള വാർത്തകളൊക്കെ വരുന്നു. ഇതിനോടൊക്കെ ചോദിച്ചപ്പോൾ എന്തായിരുന്നു ഉമ്മൻചാണ്ടിയുടെ പ്രതികരണം? ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു വ്യക്തത വരുത്താൻ അദ്ദേഹം തയ്യാറായോ? സംസ്ഥാനത്തെ 5 മണ്ഡലങ്ങളിൽ BJP UDF രഹസ്യധാരണ എന്ന കോടിയേരി ബാലകൃഷ്ണൻ ആരോപണത്തിന് മറുപടി പറയാനാണ് ഉമ്മൻചാണ്ടി ഇന്ന് KPCC ആസ്ഥാനത്ത് വാർത്താ സമ്മേളനം വിളിച്ചത്. ആരോപണം യാഥാർത്ഥ്യവുമായി ബന്ധമില്ലാത്തതാണെന്ന് ഉമ്മൻചാണ്ടി വ്യക്തമാക്കി. 77-ൽ BJPയുടെ പൂർവ്വരൂപമായ ജനസംഘവുമായി ഒന്നായി മത്സരിച്ച CPM അന്ന് എല്ലാ സീറ്റിലും പരാജയപ്പെട്ടെന്ന് ഉമ്മൻചാണ്ടി ഓർമ്മിപ്പിച്ചു. RSS വോട്ടുകൾ അപ്പോഴായിരുന്നു നമ്മൾ RSS വോട്ടുകൾ വേണമോ RSS വോട്ടുകൾ വേണ്ട എന്ന് പറയാൻ ധൈര്യമുണ്ടോ എന്ന ചോദ്യം ഉമ്മൻചാണ്ടിയോട് ചോദിച്ചത്. കാരണം ഇന്നലെ വടകരയിലെ UDFന്റെ സ്ഥാനാർത്ഥിയായ K മുരളീധരൻ അത്തരത്തിലൊരു മറുപടി പറഞ്ഞിരുന്നു. ആ പശ്ചാത്തലത്തിലായിരുന്നു ഉമ്മൻചാണ്ടിയോട് ചോദ്യം. എന്നാൽ ഉമ്മൻചാണ്ടി ആ ചോദ്യത്തിന് വ്യക്തമായൊരു മറുപടി പറഞ്ഞില്ല. RSS വോട്ട് വേണമെന്നോ വേണ്ടെന്നോ അദ്ദേഹം പറഞ്ഞില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമാണ്: മതേതര വോട്ടുകൾ ആണ് ഈ കോൺഗ്രസ് സമാഹരിക്കാൻ ഒരുങ്ങുന്നത്. കോൺഗ്രസ് മതേതര പാർട്ടിയാണെന്ന് എല്ലാവർക്കും അറിയാം. കോൺഗ്രസിന് വോട്ട് ചെയ്യുന്ന എല്ലാവർക്കും കോൺഗ്രസ് ഒരു മതേതര പാർട്ടിയാണെന്ന് അറിയാം എന്നതുകൊണ്ട് തന്നെ മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് പ്രസക്തിയില്ല എന്ന തരത്തിലാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ മാധ്യമപ്രവർത്തകർ നമ്മൾ തന്നെ എടുത്തെടുത്ത് ഉമ്മൻചാണ്ടിയോട് അതേ ചോദ്യം വീണ്ടും ആവർത്തിച്ചപ്പോൾ അദ്ദേഹം അതിന് പരിഹാസ രൂപേണയാണ് അതിന് മറുപടി പറഞ്ഞത്. ലീഗും SDPയുമായി ചർച്ച നടത്തിയിട്ടില്ലെന്ന് ലീഗ് വ്യക്തമാക്കിയ പശ്ചാത്തലത്തിൽ അവരെ അവിശ്വസിക്കേണ്ടതില്ലെന്ന് ഉമ്മൻചാണ്ടി കൂട്ടിച്ചേർത്തു. നിയമം പരാജയം ഉണ്ടായത് കോൺഗ്രസിന്റെ വോട്ട് മാറ്റി ചെയ്തതുകൊണ്ടാണ് എന്ന് കോടിയേരിയുടെ ആരോപണത്തിനും ത്രിപുരയിൽ CPM പരാജയപ്പെട്ടത് എങ്ങനെയാണെന്ന മറുചോദ്യമാണ് ഉമ്മൻചാണ്ടി ചോദിച്ചത്. അവിടെ നേമത്ത് CPMന്റെ വോട്ട് കുറയുകയാണ് എന്ന മറുപടിയും അദ്ദേഹം നൽകി. വ്യക്തമായി ഒരു മറുപടി നമ്മളുടെ ചോദ്യത്തിന് ഉമ്മൻചാണ്ടി RSS വോട്ടിന്റെ കാര്യത്തിൽ നിലപാട് കൃത്യമായി വ്യക്തമാക്കി എന്ന് പറയാൻ കഴിയാത്ത വണ്ണമാണ് ഉമ്മൻചാണ്ടി മറുപടി നൽകിയത്. ശരി, ജീവനാണ് വിവരങ്ങൾ നൽകിയത്. RSS വോട്ടിന്റെ കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കാതെ ഉമ്മൻചാണ്ടി. മറ്റു വാർത്തയിലേക്ക്. ഡിവൈഎഫ്ഐ പ്രവർത്തകർ പൂന്തുറ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് പ്രതിയെ മോചിപ്പിച്ചു എന്നത് ASI ശൈലേന്ദ്രന്റെ കള്ളക്കഥ. മർദ്ദനത്തിനെതിരെ പരാതി നൽകുമെന്ന ഘട്ടത്തിൽ പോലീസ് ഉദ്യോഗസ്ഥനായ ശൈലേന്ദ്രൻ ചമച്ച കള്ളക്കഥയാണ് ഇതെന്ന ആരോപണവുമായി മർദ്ദനമേറ്റ യുവാവ്. തന്നെ സ്റ്റേഷനിൽ വച്ചും സംഭവ സ്ഥലത്ത് വച്ചും ശൈലേന്ദ്രനും സഹപ്രവർത്തകരും ക്രൂരമായി മർദ്ദിച്ചുവെന്ന് യുവാവ് പീപ്പിൾ ടിവിയോട് പറഞ്ഞു. പൂന്തുറ സ്റ്റേഷൻ ആക്രമിച്ച് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രതിയെ മോചിപ്പിച്ചു എന്ന തരത്തിൽ ഇന്നലെ മുതൽ പുറത്തുവരുന്ന വാർത്തകൾ ASI ശൈലേന്ദ്രന്റെ തിരക്കഥയാണെന്ന് വ്യക്തമാകുകയാണ്. സത്യത്തിൽ സംഭവിച്ചത് നേരെ തിരിച്ചാണ്. വാഹന പരിശോധനയ്ക്കിടെ മത്സ്യത്തൊഴിലാളിയായ പ്രവീണിന്റെ ബൈക്കിന് പോലീസ് കൈകാണിച്ചു. ബൈക്ക് ചവിട്ടിയപ്പോൾ അല്പം മുൻപിലായിട്ടാണ് വാഹനം നിന്നത്. ഇതോടെ കുപിതനായ ASI ശൈലേന്ദ്രൻ ബൈക്കിന്റെ കീ ബലമായി ഊരിയെടുക്കാൻ ശ്രമിച്ചു. അതിനിടെ ബൈക്ക് യാത്രക്കാരൻ രക്ഷപ്പെടാതിരിക്കാൻ ആക്സിലേറ്ററിൽ ബലമായി പിടിച്ചു. എന്നാൽ ഗിയറിലായിരുന്ന വണ്ടി അബദ്ധത്തിൽ മുന്നിലേക്ക് ചാടിയപ്പോൾ ശൈലേന്ദ്രന് റോഡിൽ വീണ് പരിക്കേറ്റു. ഇതോടെ ചാടി എണീറ്റ ശൈലേന്ദ്രനും സഹപോലീസുകാരും ചേർന്ന് പ്രവീണിനെ സംഭവ സ്ഥലത്ത് വെച്ച് മർദ്ദിച്ചു. വാഹനത്തിനുള്ളിൽ വെച്ചും സ്റ്റേഷനിൽ കൊണ്ടുവന്ന ശേഷവും ഭീകരമർദ്ദനം തുടർന്നു. സ്റ്റേഷനിൽ വെച്ച് പോലീസുകാർ തുടയിൽ കയറിയിരുന്ന ശേഷം ലാത്തിക്ക് കാലിന്റെ വെള്ളയിൽ തല്ലി. പ്രവീണിന് മർദ്ദനമേറ്റതറിഞ്ഞ് സ്റ്റേഷനിൽ നാട്ടുകാർ എത്തിയതോടെ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ എത്തി പോലീസിന് അബദ്ധം പറ്റിയതാണെന്നും വിഷയമുണ്ടാക്കരുതെന്നും അഭ്യർത്ഥിച്ചു. മർദ്ദിച്ച പോലീസുകാർക്കെതിരെ നടപടിയെടുക്കാമെന്ന ഉറപ്പിൽ നാട്ടുകാർ പിരിഞ്ഞു.
പിരിഞ്ഞുപോയി. ഇതോടെ വകുപ്പ് തല അന്വേഷണം ഉണ്ടാകുമെന്ന് ഉറപ്പായ കോൺഗ്രസ് അനുഭാവിയായ ASI ശൈലേന്ദ്രൻ മാധ്യമങ്ങൾക്ക് തെറ്റായ വിവരം പങ്കുവെക്കുകയായിരുന്നു. ഡിവൈഎഫ്ഐ പ്രവർത്തകർ പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ച് പ്രവീണിനെ ഇറക്കിക്കൊണ്ടുപോയെന്നായി പിന്നീട് പുറത്തുവന്ന വാർത്ത. തന്നെയാണ് പോലീസ് ക്രൂരമായി മർദ്ദിച്ചതെന്ന് പ്രവീൺ പീപ്പിളിനോട് പറഞ്ഞു. മുട്ടിന്റെ മുകളിൽ കയറി നിന്നിട്ട് വേറൊരു സാറ് ലത്തിമാറി കാലിൽ കുറെ അടി അടിച്ച് ഞാൻ നിലവിളിച്ച് ഒരുപാട് നിലവിളിച്ച്. എന്നാൽ അവരാരും അത് മൈൻഡ് വെച്ചില്ല, അടിച്ചോണ്ട് തന്നെ ഇരുന്നു. പോലീസ് ലോക്കപ്പിലിട്ട് മർദ്ദിച്ചു എന്ന പ്രവീണിന്റെ പരാതിയിൽ ശംഖുമുഖം ACP R ഇളങ്കോ IPS ആശുപത്രിയിലെത്തി മൊഴി രേഖപ്പെടുത്തി. റിപ്പോർട്ട് കമ്മീഷണർക്ക് കൈമാറുമെന്ന് ഇളങ്കോ പീപ്പിളിനോട് പറഞ്ഞു. ഈ പയ്യൻ പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് അന്വേഷണം അവസാനത്തിൽ കമ്മീഷണറോട് തന്നെ ചെയ്യാൻ പറ്റും. ഇതെല്ലാം ക്രോസ് ക്വസ്റ്റ്യൻ ചെയ്തിട്ട് ഡോക്ടറോടും മറ്റു സാക്ഷികളും എല്ലാം ചോദിച്ചിട്ടാണ് ഞങ്ങൾ ഒരു ഫൈനൽ കൺക്ലൂഷനിലേക്ക് വരാൻ പറ്റും. ഇപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല. ASI ശൈലേന്ദ്രനെതിരെ മുമ്പും നിരവധി ആരോപണങ്ങളാണ് ഉയർന്നിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. നടി ആക്രമിക്കപ്പെട്ട കേസിൽ അടുത്ത മാസം 5-ന് വനിതാ ജഡ്ജി മുമ്പാകെ പ്രാഥമിക വാദം നടക്കും. കൊച്ചി CBI പ്രത്യേക കോടതിയിലെ വനിതാ ജഡ്ജിയാണ് വാദം കേൾക്കുക. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം CBI കോടതിയിലെ വനിതാ ജഡ്ജി ഇന്ന് കേസ് പരിഗണിച്ചു. കേസിൽ പ്രതിയായ നടൻ ദിലീപ് ഇന്ന് കോടതിയിൽ ഹാജരായില്ല. ദിലീപ് ഉൾപ്പെടെ 3 പ്രതികൾ അവധി അപേക്ഷ സമർപ്പിച്ചിരുന്നു. ആക്രമണത്തിനിരയായ നടിയുടെ ഹർജി അംഗീകരിച്ചാണ് വിചാരണയ്ക്കായി വനിതാ ജഡ്ജിയെ ഹൈക്കോടതി നിയോഗിച്ചത്. സൗദിയിൽ അന്തരിച്ച കോന്നി സ്വദേശിയുടെ മൃതദേഹത്തിന് പകരം നാട്ടിലെത്തിച്ചത് ശ്രീലങ്കൻ യുവതിയുടെ മൃതദേഹം. കോന്നി കുമ്മണ്ണൂർ സ്വദേശി റഫീഖിന്റെ മൃതദേഹമാണ് മാറിയത്. വീട്ടിലെത്തിച്ച സംസ്കാര ചടങ്ങുകൾക്കായി പെട്ടി തുറന്നപ്പോഴാണ് മൃതദേഹം മാറിപ്പോയ വിവരം ബന്ധുക്കൾ അറിഞ്ഞത്. ഫെബ്രുവരി 27-ന് സൗദി അറേബ്യയിലെ അബഹയിൽ ഹൃദയാഘാതത്തെ തുടർന്നാണ് റഫീഖ് മരിച്ചത്. ബുധനാഴ്ച ഉച്ചയോടെ സൗദി എയർലൈൻസിൽ എംബാം ചെയ്ത മൃതദേഹം അടങ്ങിയ പെട്ടി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വെച്ച് ബന്ധുക്കൾ ഏറ്റുവാങ്ങി. തുടർന്ന് കോന്നിയിലെത്തിച്ച മൃതദേഹം കോന്നി കുമ്മണ്ണൂർ ജമാഅത്ത് പള്ളിയിൽ സൂക്ഷിച്ചു. തുടർന്ന് വ്യാഴാഴ്ച രാവിലെ പൊതുദർശനത്തിനായി വീട്ടിലെത്തിച്ചപ്പോഴാണ് മൃതദേഹം മാറിയ കാര്യം ബന്ധുക്കൾക്ക് മനസ്സിലാവുന്നത്. ശ്രീലങ്കൻ സ്വദേശിനി ബംഗാര മനേക്കി ബെലത്തി എന്നാണ് പെട്ടിയിൽ പേര് രേഖപ്പെടുത്തിയിരിക്കുന്നത്. തുടർന്ന് ബന്ധുക്കൾ പോലീസിനെ വിവരമറിയിച്ചു. പോലീസ് എത്തി പരിശോധനകൾക്ക് ശേഷം യുവതിയുടെ മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് കൊണ്ടുപോയി. സൗദിയിൽ വെച്ച് തന്നെ സൗദി എയർലൈൻസിന്റെ അണ്ടർടേക്കർ ഫോറൻസിക് പരിശോധനയ്ക്ക് ശേഷം ആശുപത്രിയിൽ നിന്ന് എംബാം ചെയ്തതിന് ശേഷം ഈ എംബാം ചെയ്ത കവർ ബോക്സിൽ സ്റ്റിക്കർ വരിപ്പിച്ചപ്പോൾ നമ്പർ വരിപ്പിച്ചപ്പോൾ ഈ ശ്രീലങ്കൻ യുവതിയുടെ പേര് ബന്ദാര മനേഗി എന്ന യുവതിയുടെ മൃതദേഹമായിട്ട് മാറിപ്പോയതാണ്. ബന്ദാര മനേഗിയുടെ ബോഡി നിലവിൽ കോട്ടയം മെഡിക്കൽ കോളേജിലെ മോർച്ചറിയിലേക്ക് മാറ്റിയേക്കുകയാണ്. റഫീഖ് എന്ന 29 വയസ്സുകാരൻ്റെ കുമ്മണ്ണൂർ സ്വദേശിയുടെ ബോഡി നിലവിൽ ശ്രീലങ്കയിലുണ്ടെന്നാണ് നമുക്ക് അന്വേഷണത്തിൽ മനസ്സിലായത്. ശ്രീലങ്കയിൽ നിന്ന് നെടുമ്പാശ്ശേരിയിലേക്ക് ബോഡി വരുത്തുന്നതിനാവശ്യമായ നടപടികൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അബഹ വിമാനത്താവളത്തിലെ കാർഗോ വിഭാഗത്തിൽ വെച്ച് മൃതദേഹം മാറിയെന്നാണ് ബന്ധുക്കളും റഫീഖിന്റെ സുഹൃത്തുക്കളും സംശയിക്കുന്നത്. ബോഡി പൊട്ടിച്ച് നോക്കിയപ്പോൾ നമ്മുടെ മകൻ്റെ ബോഡി അല്ലെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ പിന്നെ ഞങ്ങൾ പോലീസുമായിട്ട് ബന്ധപ്പെടുമായിരുന്നുണ്ട്. അപ്പോൾ ഈ സംഭവത്തെക്കുറിച്ച് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് സൗദി എയർലൈൻസിൻ്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത്. 35 നമ്പർ പെട്ടിയിലായിരുന്നു റഫീഖിന്റെ മൃതദേഹം അയച്ചത്. എന്നാൽ എത്തിയത് 32 നമ്പറിൽ. റഫീഖിന്റെ മൃതദേഹം ഇതിനിടയിൽ ശ്രീലങ്കയിൽ എത്തിയെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. മൃതദേഹം തിരിച്ചെത്തിക്കാനുള്ള ശ്രമങ്ങൾ ബന്ധുക്കൾ ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. ജമ്മുകശ്മീരിൽ വീണ്ടും തീവ്രവാദി ആക്രമണത്തിൽ ഒരു ജവാൻ കൊല്ലപ്പെട്ടു. SHO ഉൾപ്പെടെ 2 പോലീസുകാർക്ക് പരിക്കേറ്റു. ബരാമുള്ള ജില്ലയിലെ സോപ്പോറിലാണ് സംഭവം. പോലീസുകാരുടെ പരിക്ക് ഗുരുതരമല്ലെന്നാണ് റിപ്പോർട്ടുകൾ. ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സുരക്ഷാ സേനാ മേഖലയിൽ തീവ്രവാദികൾക്കായി തെരച്ചിൽ ശക്തമാക്കിയിട്ടുണ്ട്. മേഖലയിൽ ഇന്റർനെറ്റ് സംവിധാനം റദ്ദാക്കി. തിരുവല്ലയിൽ യുവാവ് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കൊലപ്പെടുത്തിയ പെൺകുട്ടിയുടെ മൃതദേഹം ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ആശുപത്രിയിൽ നിന്നും ദേഹപരിശോധനയ്ക്ക് ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. തിരുവല്ല നഗരത്തിൽ വെച്ച പ്രണയാഭ്യർത്ഥന നിരസിച്ചതിന്റെ പേരിലായിരുന്നു റാന്നി അരൂർ സ്വദേശിനിയായ യുവാവ് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയത്. ഇനി മറ്റ് തെരഞ്ഞെടുപ്പ് വാർത്തകൾ നോക്കാം. പുതിയ വോട്ടർമാർക്കിടയിൽ ആവേശമാവുകയാണ് ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി AM ആരിഫ്. ആരിഫിനെ വിപ്ലവ പ്രസ്ഥാനത്തിന് നേതാവാക്കുന്നതിൽ ഏറെ പങ്കുവഹിച്ച ആലപ്പുഴ SD കോളേജിൽ ആവേശകരമായ വരവേൽപ്പ് നൽകിയാണ് വിദ്യാർത്ഥികൾ അദ്ദേഹത്തെ എതിരേറ്റത്. താൻ പഠിച്ച കോളേജിലെത്തിയ ആലപ്പുഴയിലെ ഇടത് സ്ഥാനാർത്ഥി AM ആരിഫിന് ആവേശകരമായ സ്വീകരണമാണ് വിദ്യാർത്ഥികൾ കോളേജിൽ നൽകിയത്. മുദ്രാവാക്യം മുഴക്കിയാണ് പുന്നപ്ര വയലാറിന്റെ പിന്മുറക്കാർ ആരിഫിനെ കോളേജിലേക്ക് ആനയിച്ചത്. സപ്പോർട്ട് ചെയ്യുന്നു. ഞങ്ങളുടെ കോളേജിൽ ഉറപ്പായിട്ടും ഉണ്ട്.
ആരിഫിക്ക് വേണ്ടി തന്നെ ആയിരിക്കും നല്ല പൊതുവെ നമ്മളെല്ലാവരും ആരിഫിക്ക് വേണ്ടി പ്രവർത്തനം ഇപ്പം തന്നെ പ്രവർത്തനം നല്ല രീതിയിലാണ് വഹിച്ചുകൊണ്ടത്. നമുക്ക് ഉറപ്പാണ് 1,00,000 വോട്ടിന് നമുക്ക് ആരിഫിക്ക് ഇവിടെ ജയിക്കാൻ നോക്കും. ഇത്ര വൻ ഭൂരിപക്ഷത്തോടെ ആരിഫിക്ക് ജയിക്കും. കാരണം ഇടതുപക്ഷ ഗവൺമെന്റ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് കേരളത്തിൽ ഉൾപ്പെടെ ഒരുപാട് നല്ല കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. ആലപ്പുഴയിൽ തന്നെ കുട്ടനാട് പാക്കേജിന് വേണ്ടി 50 കോടിയോളം രൂപയൊക്കെയാണ് ചെലവഴിച്ചിരിക്കുന്നത്. നമ്മുടെ ദേശീയപാതയും നമ്മുടെ പാതകളും പരിശോധിക്കുകയാണെങ്കിൽ സഖാവ് സുധാകരൻ സാറിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ഉൾപ്പെടെ എല്ലാം വളരെ വികസനം. ഇപ്പം നല്ല ദേശീയപാത കന്യാകുമാരി തൊട്ട് നമ്മുടെ കാസർഗോഡ് വരെയുള്ള ദേശീയപാതയും എല്ലാ റോഡ് എല്ലാം നല്ല വികസനമായിട്ടാണ്. പിന്നീട് കോളേജിലെ അധ്യാപകർക്കിടയിലും കുട്ടികൾക്കിടയിലും വോട്ട് അഭ്യർത്ഥിച്ചതിന് ശേഷം സെൽഫികളും എടുത്താണ് ആരിഫിനെ വിദ്യാർത്ഥികൾ യാത്രയാക്കിയത്. ഒരു കാലത്ത് ST കോളേജിലെ വിദ്യാർത്ഥി നേതാവായിരുന്ന ആരിഫിന് വിദ്യാർത്ഥികൾ ആവേശകരമായ സ്വീകരണമാണ് നൽകിയത്. ഷാജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. പേരാമ്പ്രയുടെ ഹൃദയത്തുടിപ്പ് ഏറ്റുവാങ്ങി P. ജയരാജന്റെ പര്യടനം. ആവേശകരമായ വരവേൽപ്പാണ് ക്യാമ്പസുകളിൽ P. ജയരാജന് ലഭിച്ചത്. കോലിബി സഖ്യത്തിനൊന്നും ജനവിധി അട്ടിമറിക്കാനാവില്ലെന്ന് വടകര മുമ്പ് തെളിയിച്ചതായി P. ജയരാജൻ പീപ്പിളിനോട് പറഞ്ഞു. പേരാമ്പ്ര അസംബ്ലി മണ്ഡലത്തിലായിരുന്നു വടകരയിലെ LDF സ്ഥാനാർത്ഥി P. ജയരാജൻ ബുധനാഴ്ച വോട്ടർമാരെ കണ്ടത്. പ്രധാന കവലകളിലും ക്യാമ്പസുകളിലും P. ജയരാജനെ വോട്ടർമാർ വരവേറ്റു. പേരാമ്പ്ര CKG ഗവൺമെന്റ് കോളേജിൽ ആവേശകരമായ സ്വീകരണമാണ് വിദ്യാർത്ഥികൾ പ്രിയ സ്ഥാനാർത്ഥിക്കായി ഒരുക്കിയത്. കോളേജ് ക്യാമ്പസിൽ ഒത്തുകൂടിയ യുവ വോട്ടർമാരോട് ദേശീയ സംസ്ഥാന രാഷ്ട്രീയവും തെരഞ്ഞെടുപ്പ് പ്രാധാന്യവും ഹ്രസ്വമായി വിശദീകരിച്ച് വോട്ടഭ്യർത്ഥന. കോലിബി സഖ്യത്തിനൊന്നും ജനവിധി അട്ടിമറിക്കാനാവില്ലെന്ന് വടകര തന്നെ തെളിയിച്ചതായി P. ജയരാജൻ പറഞ്ഞു. അത് വെറും പ്രചരണമല്ല, 91 ഇവിടെ നടപ്പാക്കിയതാണ്. വടകരയിൽ 91 കോലിബി സഖ്യമുണ്ടാക്കി കോൺഗ്രസും ലീഗും BJPയും ഒത്തുചേർന്നുകൊണ്ട് ഇടതുപക്ഷത്തെ തോൽപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ വോട്ടിൻ്റെ കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ ഇടതുപക്ഷം അന്ന് തോൽക്കണം. പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വമ്പിച്ച വിജയത്തോടുകൂടി ഈ കോലിബി എന്ന അവിശുദ്ധ സഖ്യത്തെ തോൽപ്പിച്ചതാണ് ചരിത്രം. പേരാമ്പ്ര താലൂക്ക് ആശുപത്രിയും P. ജയരാജൻ സന്ദർശിച്ചു. അരിക്കുളം കാരയാട് നിന്നാരംഭിച്ച പേരാമ്പ്ര മണ്ഡല പര്യടനം രാത്രിയോടെ മേപ്പയൂരിലാണ് അവസാനിച്ചത്. കുടുംബയോഗങ്ങളിലും സ്ഥാനാർത്ഥി നേരിട്ടെത്തി വോട്ടഭ്യർത്ഥിച്ചു. വേനൽ ചൂടിനെ വെല്ലുന്ന തെരഞ്ഞെടുപ്പ് ചൂടാണ് വടകരയിൽ ഉയരുന്നത്. ക്യാമറാമാൻ ജിബേഷിനൊപ്പം വടകരയിൽ നിന്നും AK ലതീഷ്.